ഗൈസ് അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമുക്ക് ഒരു കല്യാണ വ്ളോഗ് തന്നെ അങ്ങോട്ട് ആക്കാം. ഒത്തിരി നാളായി ഞാൻ ഈ വ്ളോഗ് ഒക്കെ ഇട്ടിട്ട്. പണ്ടൊന്ന് തുമ്മിയ വരെ വ്ളോഗ് ഇടുന്ന എന്റെ വ്ളോഗ്സ് ഇപ്പൊ കാണാത്തത് കൊണ്ട് ആൾക്കാർ ഇപ്പൊ ചോദിക്കാറുണ്ട് എന്റെ ഈ വീഡിയോയിലൊക്കെ നിർത്തിയോ. അങ്ങനെയൊന്നുമില്ല, പണ്ടത്തെ പോലെ വ്ളോഗ് എടുക്കാൻ ഒരു മൂഡില്ല, അതിന്റെ ഒരു കുഴപ്പ. അപ്പോ കല്യാണ വ്ളോഗിന്റെ തുടക്കം തന്നെ തീറ്റയിൽ നിന്നാവാം. കൈ കഴുകി ചോറ് തിന്നാൻ ഇരുന്നിട്ട് ചോറ് കിട്ടാത്തതിന്റെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഒരുത്തി കൈ പോലും കഴുകാതെ മേശന്റെ അടിയിൽ ഇരുന്നിട്ട് ഫോൺ തോണ്ടിരിക്കും. അതിനെന്തോ ഒരു കമന്റ് അടിച്ചതിനാണ് മൂപ്പത്തിയേര് ഇതുപോലെ മിണ്ടാതെ കിണിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. ഇവിടെ വേറൊരുത്തി വ്ളോഗിൽ പെടാതിരിക്കാൻ വേണ്ടി മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്. വേറെ ആരുമില്ല, നമ്മളെ നൗറ. ഇതോള് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി വാങ്ങി വെച്ച പുതിയ ഡ്രസ്സാണ്. അതിന് ഞാൻ വ്ളോഗൊക്കെ എടുത്ത് യൂട്യൂബിലിട്ടോളോ കൂട്ടുകാരെങ്കിലും ഒക്കെ വീഡിയോ കണ്ട ആ ഒരു സസ്പെൻസ് പൊളിയൂലേന്ന് വെച്ച് അതിന്റെ അപ്പുറത്ത് വേറൊരുത്തി ഫോൺ തോണ്ടിയോണ്ട് കുത്തിരിക്കുകയാണ്. 2 പോസ്റ്റ് ഇടാൻ പറഞ്ഞതേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. മൂപ്പത്തിയേരെ പുതിയ വളയാണ്, രണ്ടാൾ കണ്ടോട്ടെ നേരിച്ചിട്ടാന്നിട്ട് കുളിക്കാൻ പറഞ്ഞതാണ്. പറയണ്ടില്ലേ ഇനി. അല്ല, ഈ വിശേഷം മുഴുവൻ ഞാൻ പറഞ്ഞു. കല്യാണം ആരതാന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. തറവാട്ടിലുള്ള ഞങ്ങളുടെ അയൽവാസി സാജിത്താത്ത എന്ന് വെച്ച സാജിത്താത്താനെ അല്ല കല്യാണം, സാജിത്താത്താടെ 2 ആൺമക്കളുടെ കല്യാണമാണ്. പോത്ത് ബിരിയാണി കുത്തിരുന്ന് വെട്ടി വെട്ടി വിഴുങ്ങണ കണ്ടിയില്ലെണ്ണോ. നമ്മളിവിടെ പറഞ്ഞു നിർത്തിയ സാജിത്താത്താന്റെ 2 ആൺമക്കൾ, അതായത് ഷാനിക്കാക്കാന്റെയും ചിക്കുവിന്റെയും കല്യാണം. സംഭവം അയൽവാസി ആണെങ്കിലും ഞങ്ങൾക്ക് ഒരേ ഫാമിലി പോലെയാണ്. പറഞ്ഞു വരുമ്പോ ഓലൊക്കെ ഞങ്ങളെ കളിക്കൂട്ടുകാരായിട്ടും വരും. എന്താലേ കളിച്ച് നടന്നവരൊക്കെ ഇപ്പൊ പെണ്ണ് കെട്ടി പോവാണ്. കാര്യമായിട്ട് പറയാലോ, നല്ല രസമുള്ള ചോറായിരുന്നു കേട്ടോ. എസ്പെഷ്യലി മസാല, അത് അടിപൊളിയായിരുന്നു. ചോറൊക്കെ തിന്നതിനാ ചുണ്ടില് ലിപ്സ്റ്റിക് ഒക്കെ ഇത്തിരി പോയി എന്നൊക്കെ വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, മാറി നിന്ന് ആരും കാണാതെ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ തോന്നും നമ്മൾ എന്തോ ഭയങ്കര മാസ്മരിക് സാധനമാണ്. ആ തോന്നൽ മാറുന്നതിന് മുന്നേ തന്നെ ഓടിപ്പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം. ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ കല്യാണ ഫോട്ടോ, കല്യാണ ചോറ്, കല്യാണ തള്ള്, ഇതൊക്കെ നിർബന്ധമാണല്ലോ. ഇത്ര നേരമായിട്ടും കല്യാണ ചെക്കനെയും പെണ്ണിനെയും കാട്ടി തന്നില്ല എന്നുള്ള ഒരു തോന്നലുണ്ടാകും. ചെക്കന്തി പെണ്ണിനെ കൂട്ടാൻ പോയിട്ടുള്ളൂ. ആ നേരത്താണ് നമ്മൾ ഈ ഒരു കലാപരിപാടികളൊക്കെ ചെയ്തു തീർത്തത്. അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലെ വാനമ്പാടി ഒരു പാട്ടങ്ങട് പാടി. ആ പാട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കുടുംബാംഗങ്ങളെയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. പാട്ടിൽ ലയിച്ചിരുന്നതുകൊണ്ടാണ് ആരും ഓർമ്മയില്ലാതെ വീഡിയോക്ക് കുത്തിരുന്നത്. ഇല്ലാന്നാണെങ്കിൽ എന്റെ ഫോണിന്റെ ക്യാമറന്റെ ഒരു ഇത്തിരി കണ്ടാ തന്നെ ഓടും എല്ലാരും. പിന്നല്ല, ഹണ്ണൻ മാസ്ഡാ. പിന്നുണ്ടല്ലോ, എന്നെ ഒരുപാട് പാടാൻ പറഞ്ഞ് നിർബന്ധിച്ചതാ. ഇത്ര പെട്ടെന്ന് കല്യാണപ്പന്തൽ ഒഴിഞ്ഞു കാണണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാടാതിരുന്നത്. അപ്പോക്കിനും അപ്പുറത്തുനിന്ന് ഒരു കാഹളം ഒഴുങ്ങി കല്യാണ ചെക്കന്മാരും പെണ്ണുങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോക്കിനും എല്ലാരും കൂടി സ്കൂളിലേക്ക് ഈ ഡിഒയും സിഒയും ഒക്കെ വരുമ്പോ നമ്മൾ ക്ലീൻ ആക്കി വെക്കണ മാതിരി ഹാള് മുഴുവനുണ്ട് ക്ലീൻ ആക്കി വെച്ചു. അപ്പൊ നമ്മുടെ ഷാനിക്കാക്കയും കല്യാണ പെണ്ണെന്താ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെക്കനും പെണ്ണും. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് മാമനെയാണ്. എന്റെ മാമന്റെ ഫ്രണ്ടാണ് ഷാനിക്കാക്ക. കല്യാണം കൂടണം എന്നുള്ളത് നല്ല പൂതിയുള്ളതേനും. അൺഫോർച്ചുനേറ്റ്ലി വിചാരിച്ചതിനേക്കാളും മുന്നേ മാമന് ദുബായിലോട്ട് തിരിച്ചു പറക്കേണ്ടി വന്നു. അതുകൊണ്ട് കല്യാണം കൂടാനോട്ട് പറ്റിയതുമില്ല. പിന്നെതാ പിന്നാലെ തന്നെ പെണ്ണിന്റെ വീട്ടുകാരായിട്ട് പലരും വരിയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ പിന്നെ എല്ലാരും കാണിക്കുന്നത് തന്നെ ഞങ്ങളും കാണിച്ചോളൂ. നോക്കിയാ ആ ചുരിദാർ കൊള്ളാലേ, അയ്യോ ആ ചുരിദാറിന്റെ കളർ എന്ത് രസാ, അയ്യോ ഈ ഷാൾ ഈ ചുരിദാറിന് നല്ല മേച്ചുണ്ടല്ലേ. അത് തന്നെ ഈ ഗോസിപ്പ് പറച്ചില് ഓരോരുത്തർ ചുരിദാറിന്റെ കളറും അതിന്റെ നീളവും മോഡലൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഫോട്ടോ എടുപ്പായിരുന്നു. ഏകദേശമൊക്കെ ഈവനിങ് ടൈം ആയി തുടങ്ങി. ഞങ്ങൾക്ക് വീട്ടിൽ പോവാനുള്ള സമയം. അടുത്ത ചെക്കനെയും പെണ്ണിനെയും കൂടി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ ഈ നിൽക്കുന്നത്. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അടുത്ത ചെക്കനും പെണ്ണും ഇങ്ങെത്തി. ഈ 2 കല്യാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് 2 ആൾക്കാരും ട്വിൻസ് ആണെന്നല്ല, 2 പേരും ഏട്ടനനിയന്മാരാണ്. പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സ്റ്റേജിൽ തന്നെ കുറെ പുതിയണ്ണാളെയും പുതിയാപ്പിളാരൊക്കെ കാണാനായിട്ട്. എന്താന്ന് വെച്ചാൽ ഒരു പുതിയണ്ണും പുതിയാപ്പിളിയുള്ള കല്യാണമല്ലേ നമ്മൾ കുറെ കണ്ടിട്ടുള്ളൂ. ഈ 2, 3, 4 ആകുമ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ നിന്ന് കാണുമ്പോൾ ഒരു തിളക്കവും ഒരു ഭംഗിയും കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിന്നാണ് നല്ല ഭംഗിയിരിക്കുമല്ലോ. അങ്ങനെ ഇതാ നമ്മുടെ രണ്ടാമത്തെ ചെക്കനും പെണ്ണും എത്തിയിട്ടുണ്ട്. 2 പേരും മാറ്റി ഇറങ്ങി കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഹോല് 2 ആളും കൂടി സ്റ്റേജിക്ക് കയറാനായിട്ട് പോവാണ്. അപ്പൊ ഉണ്ടാവും ഈ ബാക്കിൽ നിന്നിട്ട് ഓരോരുത്തർ കുശിക്കുശിക്കണ് അടുത്തേ നമുക്ക് ഇതേപോലെ പോവണ്ടേന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ അതും ഇങ്ങോട്ട് കേൾക്കുമ്പോ ഈ ചൊറിഞ്ഞ് കയറി വരും, എന്താണെന്നറിയില്ല. ഇപ്പൊ എവിടെ കല്യാണത്തിന് പോയാലും ഈ ഒരു ചോദ്യം ഒരു 3-4 വട്ടം കേൾക്കേണ്ടി വരും. അതോടുകൂടി ആസ്വദിച്ചുള്ള കല്യാണത്തിന് നിപ്പിന്റെ മൂടന്നെ അങ്ങോട്ട് പോകും. പിന്നെ സ്ഥിരം കലാപരിപാടികൾ തന്നെ, വന്നവർക്കുള്ള ചായ, കേക്ക്. അപ്പോഴേക്കും 2 പുതിയണ്ണാളും കൂടി നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമല്ലേ 2 ആളും കൂടി ഇങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണാനായിട്ട്. സത്യം പറഞ്ഞ് ഈ ഫോട്ടോ എടുക്കലാണ് സഹിക്കാൻ പറ്റാത്തത്. ഞാനിങ്ങനെ വിചാരിക്കും ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനിങ്ങനെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് പോസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമാണോ? എന്റെ പൊന്നോ, കല്യാണത്തിന് പോയിട്ട് എനിക്കിത് കാണുമ്പോൾ തലവേദന എടുക്കും. അപ്പൊ ആ സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുമ്പോഴൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ 2 പുതിയാപ്പിളാരും കൂടി വന്നു. ഇരുന്നിട്ടും നിന്നിട്ടും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടും വെക്കാതൊക്കെ ആയിട്ട് പല തരത്തില് പല പോസിലുള്ള ഫോട്ടോ എടുപ്പായിരുന്നു. അപ്പോഴേക്കും ഏകദേശം പുറകിൽ നിന്ന് വിളി വന്ന് തുടങ്ങി. നമുക്ക് മതി വേഗം വാ, പോവാ ഇനി പെരയൊക്കെ എത്തിയിട്ടില്ലെങ്കിൽ ഇപ്പാന്റെ ചീത്തയൊക്കെ ഉണ്ട് കേൾക്കും. സമയം എത്ര ആയിരുന്ന വിചാരം മതി കണ്ടോണ്ടിരുന്നത്. ഇതുപോലൊക്കെ നമ്മളോട് ആരാ പറയാ, നമ്മൾ ഉമ്മമാര് അല്ലാണ്ടാര്. അങ്ങനെ ഏതായാലും കുറെ നാളുകൾക്ക് ശേഷം നല്ലൊരു കല്യാണവും കൂടി എല്ലാരെയും കണ്ടു, നല്ലൊരു കല്യാണച്ചോറും കഴിച്ചു.
ഇപ്പൊ എന്താ നോക്കി നിക്കണ്, കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, എന്നാ പിന്നെ നമുക്ക് തിരിച്ചുകൊണ്ട് പോവല്ലേ. അങ്ങനെ കുഞ്ഞാമാരോടും കുട്ടികളോടും എല്ലാരോടും യാത്ര പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു കല്യാണത്തിന്റെ കൺക്ലൂഷൻ എന്ന നിലക്ക് ചെക്കന്റെ കാറിലെ പൂ മോഷ്ടിക്കണു ഗൈസ്. ഇത് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഇതാ അമ്മമാരെ കണ്ടു. പിന്നെ അമ്മമാരോട് കുറച്ചു നേരം കത്തിയൊക്കെ അടിച്ചിരുന്നിട്ട് ഞങ്ങൾ ഇതാ നേരെ പോവാനായിട്ട് ഇറങ്ങുകയാണ്. ഈ നേരത്തെ ഇപ്പൊ ഇവിടുന്ന് ബസ്സൊക്കെ കിട്ടി കൊത്തിപ്പിടിച്ച് കേറിയിട്ട് വേണം പെരീക്കെത്താനായിട്ട്. ഈവനിങ്ങും പിന്നെ വിംസിലോട്ടുള്ള വഴിയും കൂടി ആയതുകൊണ്ട് ഈ ഒരു സമയത്ത് ബസ്സിലാണെങ്കിൽ നല്ല തിരക്കേയിരിക്കും. ഒരു മുട്ടുസൂചി കുത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് വേഗം ഇറങ്ങി പോവട്ടെ, അല്ലെങ്കിൽ ബസ്സും കിട്ടലുണ്ടാവില്ല, സ്ഥലവും കിട്ടലുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ കല്യാണ വ്ലോഗ് ഇതാ ഇവിടത്തോട് തീരെയാണ് ഗൈസ്. പെരീക്കെത്തിയപ്പോഴാണെങ്കിലും നല്ല തലവേദന. ഈ മുടിയൊക്കെ കൂടി ടൈറ്റില് ബാഗൊക്കെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടേ നല്ലോണം ഒന്ന് കുളിച്ച് നല്ലൊരു കട്ടൻ ചായയും കുടിച്ച് ഡ്രസ്സും മാറ്റി ഇഷ്ടമുള്ള അപ്പവും എഗ് റോസ്റ്റും കൂടി കഴിച്ചപ്പോ വലിയൊരു കല്ല് തലമണ്ടേന്ന് താഴെക്കിറക്കി വെക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതേ ഇനി. അപ്പൊ ഏതായാലും വ്ലോഗ് ഇത്രക്കേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അത്രേ ഉള്ളൂ, ബൈ.